പല ആളുകളും കോഴി വളർത്തലിലേക്ക് വരാത്തത് പ്രധാനമായും തീറ്റച്ചെലവ് പേടിച്ചിട്ടാണ്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഓരോ വീടുകളിലും കുറഞ്ഞത് ഒരു 5 കോഴിയെങ്കിലും വളർത്തണം എന്നാണ് കേട്ടോ. ഇനി 5 എണ്ണം വളർത്താൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ 2 എണ്ണത്തിനെങ്കിലും വളർത്താം. കാരണം മറ്റൊന്നല്ല, നമ്മുടെ വീട്ടിൽ ദിവസവും ഭക്ഷണം ബാക്കി വരാറുണ്ട് അല്ലേ? നമ്മളതെടുത്ത് കുപ്പയിൽ തട്ടും. കോഴിയുണ്ടെങ്കിൽ ബാക്കി വന്ന ഭക്ഷണം കോഴികൾക്ക് കൊടുത്താൽ മതി. അങ്ങനെ ചെയ്താൽ നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള മുട്ട നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ കിട്ടും. നമ്മൾ കോഴീനെ വളർത്തുമ്പോൾ തീറ്റച്ചെലവ് കുറയ്ക്കാൻ വീട്ടിലുള്ള പല സാധനങ്ങളും ഉപയോഗിക്കാമെന്ന് ഞാൻ മുന്നേ ചെയ്ത വീഡിയോസിലെല്ലാം പറഞ്ഞിരുന്നു. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാനിതൊക്കെ വെറുതെ പറയുകയാണെന്ന്. അതുകൊണ്ട് ഇന്ന് ഞാൻ കോഴികൾക്ക് ചോറ് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കേട്ടോ. കാരണം മറ്റൊന്നല്ല, ഞാൻ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നതാണേ, അല്ലാതെ വീഡിയോ ചെയ്യാനായിട്ട് ഞാൻ എടുക്കുന്ന വീഡിയോസ് അല്ല. അതായത് ഞാൻ കോഴികൾക്ക് തീറ്റ കൊടുത്തിട്ട് നിങ്ങളെ കാണിക്കാൻ ചോറ് കൊടുക്കുക അങ്ങനെയൊന്നല്ല കേട്ടോ. എൻ്റെ അനുഭവങ്ങളാണ് ഇതെല്ലാം. അത് നിങ്ങൾക്ക് കാണിച്ചു തരേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ്. അതുമാത്രമല്ല, കോഴീനെ വളർത്തുന്ന ആളുകൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ഉപകാരപ്പെടും കേട്ടോ. വീട്ടിൽ മീൻ കിട്ടിയാൽ അന്ന് കോഴികൾക്ക് ഫിഷ് ബിരിയാണിയാണ് കേട്ടോ. അത് സ്പെഷ്യലാണ്, അതവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. സാധാരണ നമ്മൾ മീൻ കിട്ടിയാൽ എന്താ ചെയ്യുക? മീൻ മുറിച്ചിട്ട് അതിൻ്റെ തലയൊക്കെ നേരെ കുപ്പയിലേക്ക് കളയും, അല്ലെങ്കിൽ അങ്ങനെ പച്ചയ്ക്ക് എടുത്ത് കോഴിക്ക് ഇട്ട് കൊടുക്കുക അല്ലേ? ഈ പച്ചമീൻ ഇങ്ങനെ കോഴി ഇങ്ങനെ കൊത്തിക്കൊണ്ട് നടക്കുക എന്നല്ലാതെ അവർക്കതിൽ നിന്നൊന്നും കഴിക്കാൻ കിട്ടില്ല കേട്ടോ. പിന്നെ എവിടെയെങ്കിലുമൊക്കെ കൊത്തിക്കൊണ്ട് വെച്ചാൽ കാക്കയൊക്കെ വന്ന് കൊത്തിയിട്ട് പിന്നെ കിണറ്റിലൊക്കെ കൊണ്ടിടാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഞാൻ സാധാരണ എന്താ ചെയ്യാറെന്ന് വെച്ചാൽ, മീൻ കിട്ടിയാൽ ഇതുപോലെ തല മുറിച്ച് കഴിഞ്ഞാൽ അത് നന്നായിട്ട് കഴുകും കേട്ടോ. കഴുകിയിട്ട് അതിൽ അഴുക്കും കാര്യങ്ങളൊക്കെ പോക്കിയതിന് ശേഷം ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കും. ഞാൻ എൻ്റെ കോഴികൾക്ക് പച്ചമീൻ കൊടുക്കാറില്ല. അത് മറ്റൊന്നും കൊണ്ടല്ല, മീനുകളിൽ അമോണിയയും അതുപോലെ മറ്റ് കെമിക്കൽസും ഒക്കെ ഇട്ടതായിരിക്കും നമുക്ക് കിട്ടുന്നത്. അത് നമ്മൾ നേരിട്ട് കോഴികൾക്ക് ഇട്ട് കൊടുത്താൽ ഒരു പക്ഷേ കോഴികൾക്ക് പ്രശ്നം വരാനും നമുക്ക് തന്നെ പണി കിട്ടാനും ഒരുപാട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ എപ്പോഴും പച്ചമീൻ വേവിച്ചിട്ടാണ് അവർക്ക് കൊടുക്കാറ്. കോഴികൾക്ക് ഇതുപോലെ മീൻ കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. അവർക്ക് നന്നായിട്ട് തൂക്കം വയ്ക്കും, അതുപോലെ നന്നായിട്ട് മുട്ടയിടും കേട്ടോ. ഇതുപോലെ ഞാൻ ചോറിൽ കൂട്ടി കൊഴിച്ചാണ് കൊടുക്കാറ്. ഇതിപ്പോൾ കുറച്ച് ചോറേ ഉള്ളൂ കേട്ടോ. നിങ്ങൾ ചിലപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ചോറുള്ളതുപോലെ തോന്നും. ഈ ഒരു മീൻ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ 2-3 കാര്യങ്ങളും കൂടി ഞാൻ കൂട്ടിച്ചേർക്കുന്നുണ്ട് കേട്ടോ. ഇത് ഒരു വാഴത്തൂമ്പാണ്. ഞങ്ങൾ വാഴത്തട്ടാന്നൊക്കെയാണ് കേട്ടോ ഇവിടെ പറയുക. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക എന്നുള്ളത് എനിക്കറിയില്ല. ഒന്ന് കമൻറ്റിൽ പറയാം കേട്ടോ, നിങ്ങളുടെ നാട്ടിലേക്ക് എന്താണ് ഇതിന് പറയുക എന്നുള്ളത്. ഇത് നിങ്ങളിപ്പോൾ വിചാരിക്കും വീട്ടിലേക്ക് എടുക്കാതെ കോഴിക്കാണോ കൊടുക്കുന്നതെന്നുള്ളത്. ഇത് നമ്മുടെ വീട്ടാവശ്യത്തിന് എടുക്കാൻ പറ്റില്ല കേട്ടോ. ഇത് കയ്പ്പാണ്. ഇതുപോലെ നമ്മുടെ വീട്ടാവശ്യത്തിന് പറ്റാത്ത വാഴത്തട്ടകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ചോറിൻ്റെ കൂടെ അരിഞ്ഞു കൊടുക്കാം കേട്ടോ. ഇത് 2-3 ദിവസമായി എനിക്ക് കൈ കിട്ടിയിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു. അപ്പം ഇന്ന് ഞാൻ അതിൻ്റെ കൂടെ അരിഞ്ഞു കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇതിങ്ങനെ അരിഞ്ഞു കൊടുത്താൽ കോഴികൾ നന്നായിട്ട് കഴിക്കും കേട്ടോ. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ വാഴപ്പിണ്ടിയൊക്കെ നന്നായിട്ട് അരിഞ്ഞു കൊടുത്താൽ അവർ നന്നായിട്ട് കഴിക്കും. ഇതുപോലെ വാഴത്തട്ടകളൊക്കെ എവിടെയെങ്കിലും കേടായി കിടക്കുന്നതൊക്കെ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങളതെടുത്ത് കൊണ്ടുവന്ന് ഒരു കവറിൽ കെട്ടി ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ഒന്നും ആവില്ല. നിങ്ങൾ എപ്പോഴാണ് ഇതുപോലെ ഫുഡ് കൊടുക്കുന്നത് ആ ഒരു സമയത്ത് അതിൽ അരിഞ്ഞിട്ട് കൊടുക്കുക കേട്ടോ. ഇനി അരിഞ്ഞിട്ട് ഒരു പാത്രത്തിലാക്കി ഫ്രിഡ്ജിൽ അടച്ച് വെച്ചാലും പ്രശ്നമൊന്നുമില്ല. അങ്ങനെ പെട്ടെന്നൊന്നും കേടുവരില്ല. അതിൻ്റെ കൂടെ മുട്ടത്തോട് ഉണക്കി പൊടിച്ചതും കൂടി ചേർക്കുന്നുണ്ട്. ഇത് ഞാൻ പുറത്തുനിന്ന് വാങ്ങിയതല്ല കേട്ടോ, ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്തതാണ്. ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ മുന്നേ ചെയ്തിരുന്നു. കാണാത്ത ആളുകളുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി കണ്ടു നോക്കുക കേട്ടോ. അതായത് ഒരുപാട് ആളുകൾ പറയുന്നൊരു പ്രശ്നമാണ് അവരുടെ കോഴി മുട്ട കൊത്തി കുടിക്കുന്നു, അല്ലെങ്കിൽ കോഴിയുടെ തൂവൽ കൊഴിഞ്ഞു പോകുന്നു എന്നുള്ളത്. അപ്പം ഞാനിങ്ങനെയാണ് കേട്ടോ ചെയ്യാറ്. ഞാൻ മുട്ടത്തോട് നന്നായിട്ട് കഴുകി ഉണക്കി പൊടിച്ചെടുത്ത് വെക്കും. എന്നിട്ട് ഇതുപോലെ ചോറൊക്കെ കൊടുക്കുന്ന ദിവസങ്ങളിൽ അതിൻ്റെ കൂടെ 1-2 സ്പൂണ് ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ച് കൊടുക്കും കേട്ടോ. ഡെയിലി കൊടുക്കാറില്ല. കാരണം കാൽസ്യം അധികം ആയാൽ പ്രശ്നമാണ്. നിങ്ങൾ കേൾക്കാറില്ല, അധികമായാൽ അമൃതം വിഷമാണെന്നുള്ളത്. അതുകൊണ്ട് 3 ദിവസം അല്ലെങ്കിൽ 2 ദിവസമൊക്കെ കൂടുന്ന സമയത്തൊക്കെയാണ് ഞാൻ കൊടുക്കാറ്. പിന്നെ എൻ്റെയും കോഴിയുടെ തൂവലൊക്കെ കുറച്ച് കൊഴിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. അത് കാൽസ്യക്കുറവല്ല, അവർ നന്നായിട്ട് കൊത്തുകൂടും, അതുകൊണ്ടാണ്. കാരണം ഒരുപാട് കോഴിയുണ്ടല്ലോ, നമ്മൾ വേറെ വേറെ കൂടുണ്ട്, പിടിച്ചിട്ടാലും അവർ പുറത്തേക്ക് വിട്ടാലും അവർ കൊത്തുകൂടും. അപ്പോൾ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അത് മാത്രമല്ല, മുട്ടത്തോട് നമ്മൾ കൊടുക്കുന്ന സമയത്ത് മുട്ടയുൽപാദനം നന്നായിട്ട് വർദ്ധിക്കും കേട്ടോ. അവർ നന്നായിട്ട് മുട്ടയിടും. കാൽസ്യത്തിൻ്റെ അളവൊക്കെ കുറയുന്ന സമയത്താണ് അവർക്ക് മുട്ടയുൽപാദനമൊക്കെ കുറയുക. മുട്ടയിടാനൊക്കെ അവർക്ക് നന്നായിട്ട് കാൽസ്യത്തിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ അതിന് നല്ലൊരു മാറ്റമുണ്ട് കേട്ടോ. അപ്പം ഇങ്ങനെയാണ് ഞാൻ ഇവർക്ക് ചോറ് കൊടുക്കാറ്.
അതായത് 3 നേരമൊന്നും ഞാൻ ചോറ് കൊടുക്കാറില്ല കേട്ടോ. ഏതെങ്കിലും ഒരു നേരം ചോറുണ്ടെങ്കിൽ മാത്രം ഞാൻ കൊടുക്കും. കാരണം നമുക്കെപ്പോഴും ചോറ് കൊടുക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. ഞാൻ സ്കൂളിൽ നിന്ന് ചോറ് എടുക്കുന്നുണ്ട്. അപ്പം അത് എനിക്കൊരു 2 ദിവസമൊക്കെ കിട്ടും. പിന്നെ വീട്ടിലുള്ള ബാക്കി ചോറുകളൊക്കെ ഉണ്ടെങ്കിൽ കറിയൊക്കെ മിക്സ് ചെയ്തിട്ട് അങ്ങനെ കൊടുക്കും. പച്ചച്ചോറ് അങ്ങനെ കൊടുക്കാതിരിക്കുക കേട്ടോ. ഇനി ചൂടുള്ള ചോറ് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്. നിങ്ങളുടെ വീട്ടിൽ എന്താ പറയുക, മുട്ടക്കോഴി അതുപോലെ BB3 ഒക്കെ ആണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ കൊടുക്കരുത് കേട്ടോ. മുട്ടക്കോഴികൾക്കൊക്കെ ചോറ് കൊടുത്താൽ അവർക്ക് നന്നായിട്ട് നെയ്യ് കിട്ടും. പിന്നീട് മുട്ട ഇടാൻ പ്രയാസമായിരിക്കും. പിന്നെ അവർ മുട്ട ഇടാതാവും. എൻ്റെ അടുത്ത് നാടൻ കോഴികളാണ്, അതുകൊണ്ടാണ് ഞാൻ അവർക്ക് ചോറ് കൊടുക്കുന്നത്. അത് മാത്രമല്ല, ഞാൻ അവരെ തുറന്നു വിടാറുണ്ട് കേട്ടോ. കൂട്ടിൽ മാത്രം ഇട്ടിട്ടല്ല വളർത്താറ്. ഞാൻ ഒരു നേരം മാത്രമേ അവർക്ക് ചോറ് കൊടുക്കാറുള്ളൂ. അല്ലാത്ത സമയങ്ങളിൽ ഗോതമ്പ് കൊടുക്കാറുണ്ട്, അരി കൊടുക്കാറുണ്ട്. അതുപോലെ ഈ ചീരകൾ, ഇലകൾ, അതൊക്കെ പുല്ലുകളൊക്കെ പറിച്ച് കൊടുക്കാറുണ്ട്. പിന്നെ വാഴ, പിണ്ടി, ഉണ്ണിക്കാമ്പ് എന്നല്ലേ നിങ്ങളുടെ നാട്ടിൽ പറയുക, അതൊക്കെ കൊടുക്കാറുണ്ട് കേട്ടോ. പിന്നെ പുറത്ത് വിടാറുണ്ട്. ഒരു 4 മണിക്ക് ശേഷം പുറത്ത് വിടും. അപ്പോൾ അവർ നന്നായിട്ട് ചിക്കിപ്പെറുക്കി തിന്ന് വരും. അങ്ങനെ പിന്നെ അതുപോലെ പറമ്പുകളിൽ ചെതൽ അങ്ങനത്തെ ഒക്കെ കണ്ടാൽ അതൊക്കെ കൂട്ടിൽ കൊണ്ടുപോയി തട്ടിയിട്ട് കൊടുക്കാറുണ്ട്. അങ്ങനെ കൊടുക്കാറുണ്ട് കേട്ടോ. പിന്നെ ഈ ചോറിൻ്റെ കൂടെ തന്നെ തീറ്റ മാത്രമായിട്ട് ഞാൻ കൊടുക്കാറില്ല. തീറ്റയും അതിൻ്റെ കൂടെ കുറച്ച് ഒന്ന് ചേർത്ത് കൊടുക്കാറുണ്ട്. അതുപോലെ തേങ്ങാപ്പിണ്ണാക്ക് അതും കൂട്ടി കുഴച്ച് കൊടുക്കാറുണ്ട്. ഇനി നമുക്ക് കുഞ്ഞുമക്കൾക്ക് കുറച്ച് ഇല കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ അവർക്കായിട്ട് നട്ട് പിടിപ്പിച്ചൊരു ചെടിയാണ് കേട്ടോ. ഇതിൻ്റെ പേര് എനിക്ക് തോന്നുന്നു ചായമൻസോ അങ്ങനെ എന്തോ എന്നാണ്, എനിക്ക് കറക്റ്റ് അറിയില്ല. ഇത് ഞാൻ അരിഞ്ഞ് ചോറിൻ്റെ കൂടെ ചേർക്കാറുണ്ട്. പക്ഷെ ഇന്ന് ഞാൻ കൊടുത്തിട്ടില്ല. കാരണം ഇന്നിപ്പം മീനും വാഴത്തട്ടയൊക്കെ ഉള്ളത് കൊണ്ട് അത് മതിയെന്ന് വിചാരിച്ചു. ഇത് ഞാൻ കുഞ്ഞുമക്കൾക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അവർ കൊത്തി തിന്നുകയാണെങ്കിൽ തിന്നട്ടെ എന്ന് വിചാരിച്ചു. ഫസ്റ്റ് ടൈമാണേ കൊടുക്കുന്നത്, ഇതുവരെ കൊടുത്തിട്ടില്ല. ഇവരെ മുന്നേ ഞാൻ വീഡിയോയിൽ കാണിച്ചിരുന്നു. അമ്മക്കോഴി നോക്കാത്ത മക്കളാണ്, അതുകൊണ്ട് ഇവർക്ക് പ്രത്യേക കെയറിങ്ങും കാര്യങ്ങളൊക്കെ വേണം. സാധാരണ ഞാൻ ഇൻക്യുബേറ്ററിൽ വെച്ചാൽ ഇതുപോലെയാണ് മക്കൾക്ക് ലൈറ്റ് ഇട്ട് കൊടുക്കാറാണ് പതിവ്. പക്ഷേ ഇവർ അമ്മേൻ്റെ ചൂട് പറ്റി 2-3 ദിവസം ആയതുകൊണ്ട് ഇവർ തുടക്കത്തിലൊന്നും ആ ഒരു ലൈറ്റിൻ്റെത് അവർക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിരുന്നില്ല. പിന്നെ അവർ ആ ഒരു സാഹചര്യമായിട്ട് അവർ പൊരുത്തപ്പെട്ടു. പിന്നെ നമുക്ക് ഇവർക്കും ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ നിലവിൽ തീറ്റയാണ് കൊടുക്കുന്നത്. പക്ഷേ ഇടയ്ക്ക് തീറ്റേൻ്റെ കൂടെ ഗോതമ്പ് അതുപോലെ അരി അങ്ങനെ ധാന്യങ്ങളൊക്കെ മിക്സ് ചെയ്ത് ഞാൻ കൊടുക്കാറുണ്ട്. ധാന്യങ്ങളൊക്കെ കേട് വരികയാണെങ്കിൽ നമ്മളതെടുത്ത് കുപ്പയിലേക്ക് വലിച്ചെറിയും. ഇനി മുതൽ ആരും അങ്ങനെ ചെയ്യരുത്. അത് നന്നായിട്ട് കഴുകിയിട്ട് ഒരു രാത്രി മുഴുവനും വെള്ളത്തിലിട്ട് വയ്ക്കുക. തലേന്നാകുമ്പോഴത്തേക്ക് അത് പൊതിർന്ന് വരും. അത് മിക്സിയിലിട്ട് അരച്ചിട്ട് നമ്മൾ ഈ ചോറിൻ്റെ കൂടെയോ അല്ലെങ്കിൽ നമ്മൾ എന്ത് ഫുഡാണോ കൊടുക്കുന്നത് അതിൻ്റെ കൂടെ നമുക്ക് കൂട്ടി കൊടുക്കാം. അതുപോലെ നമുക്ക് കടകളിൽ നിന്ന് പച്ചക്കറികൾ കിട്ടും. കാബേജിൻ്റെ ഇല, തക്കാളി അങ്ങനത്തതൊക്കെ കിട്ടും. അതൊക്കെ നമുക്ക് അരിഞ്ഞ് മിക്സ് ചെയ്ത് കൊടുക്കാം. അതുപോലെ കൂട്ടിലിട്ട് വളർത്തുന്ന കോഴികളാണെങ്കിൽ നിങ്ങൾ നന്നായിട്ട് അവർക്ക് പുല്ല് പറിച്ച് കൊടുക്കുക കേട്ടോ. തിന്നാൻ അവർ പുല്ല് നന്നായിട്ട് കഴിക്കും. അതുപോലെ തേങ്ങാ പിണ്ണാക്ക് കൊടുക്കാം. തേങ്ങാ പിണ്ണാക്ക് കൊടുത്താൽ കോഴി നന്നായിട്ട് വെയിറ്റ് വയ്ക്കും കേട്ടോ. പക്ഷേ ഒരു സാധനങ്ങളും നിങ്ങൾ ഡെയിലി കൊടുക്കരുത്, സ്ഥിരമായിട്ട് കൊടുക്കരുത്. നിങ്ങൾ വളർത്തുന്നത് ഏത് തരം കോഴിയാണെന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ ഞാൻ വളർത്തുന്നത് നാടൻ കോഴികളാണ്. അതുകൊണ്ടാണ് ഞാൻ അവർക്ക് ഇതുപോലെയുള്ള ഫുഡുകളൊക്കെ കൊടുക്കുന്നത് കേട്ടോ. ഇനി നിങ്ങൾ BB380 ആണ് വളർത്തുന്നതെങ്കിൽ അതിന് നിങ്ങൾ കൊണ്ടുപോയിട്ട് ചോറ് കൊടുത്താൽ അത് മുട്ടയിടില്ല. ഞാൻ BB380 വളർത്തിയിട്ടില്ല കേട്ടോ, എനിക്ക് എക്സ്പീരിയൻസ് ഇല്ല. പക്ഷേ ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്, അവർക്ക് തീറ്റ മാത്രം കൊടുത്താൽ അവർ മുട്ടയിടുമെന്നുള്ളത് കേട്ടിട്ടുണ്ട്. അതുമാത്രമല്ല, അവർ കൂട്ടിൽ അങ്ങനെ ഇട്ട് വളർത്തുന്ന കോഴികളാണ്. അവരെ നമ്മൾ തുറന്ന് വിടാറില്ല. അവർക്ക് സെപ്പറേറ്റ് പ്രത്യേകം കൂടും കാര്യങ്ങളൊക്കെയാണല്ലോ. ഇനി വീട്ടിൽ മീൻ കിട്ടുന്ന ദിവസങ്ങളിൽ നിങ്ങൾ കോഴികൾക്ക് ഒരു മീൻ ബിരിയാണിയൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുക കേട്ടോ. അറിയാലോ എന്താണെന്നുള്ളത്. എൻ്റെ കോഴികൾക്ക് എന്തായാലും മീൻ ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന അതേ പാത്രത്തിൽ തന്നെ നമുക്ക് ആ ഒരു തല വേവിക്കാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പിറ്റേന്നത്തേക്ക് വെക്കരുത് കേട്ടോ. അന്നേരം തന്നെ വേവിച്ചിട്ട് കൊടുക്കണം. പിറ്റേന്നേക്ക് വെച്ചാൽ ഭയങ്കര സ്മെല്ലായിരിക്കും, നമുക്കതിൻ്റെ അടുത്ത് പോലും നിൽക്കാൻ പറ്റില്ല. ഒരുപാട് ആളുകൾക്ക് കോഴീനെ വളർത്തണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. പക്ഷേ സ്ഥലപരിമിതി മൂലം അതുപോലെ അവരുടെ സാഹചര്യങ്ങൾ കൊണ്ടും അവർക്ക് അത് ഒരിക്കലും നടക്കാറില്ല. പക്ഷേ നമ്മൾ ഇഷ്ടത്തോടു കൂടി നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്താൽ നമുക്ക് കോഴീനെ വളർത്തിയിട്ട് നല്ലൊരു വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ കഴിയും കേട്ടോ. എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്. ഞാനിങ്ങനെ കോഴീനെ വളർത്തണം, എനിക്ക് ഇങ്ങനെ ആവണം അങ്ങനെ ആവണം എന്നൊന്നും വിചാരിച്ചിട്ടായിരുന്നില്ല ഞാൻ ഈ ഒരു
ഇത് തുടങ്ങിയത്. ഞാൻ മുന്നത്തെ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിക്കറിയില്ല, ഇന്ന് ആരോട് ചോദിച്ചാലും ഇവിടെ കോഴിയുണ്ടെന്ന് ആളുകൾ പറയാൻ തുടങ്ങി. ഇവിടെ എനിക്കറിയാത്ത, ഞാനറിയാത്ത, എന്നെ അറിയാത്ത ഒരുപാട് ആളുകൾ ഇവിടെ കോഴീനെ അന്വേഷിച്ച് വരുന്നുണ്ട് കേട്ടോ. പല ആവശ്യങ്ങൾക്കും അവർക്ക് കഴിക്കാനുള്ളത്, അതുപോലെ പല ആവശ്യങ്ങൾക്കും വളർത്താൻ വേണ്ടിയിട്ട്, അമ്പലങ്ങളിൽ കൊടുക്കാൻ വേണ്ടിയിട്ട്, അങ്ങനെ പല ആവശ്യങ്ങൾക്കും അവർ വരാറുണ്ട്. അപ്പം അവർ വന്നിട്ട് അവർ ഏത് കോഴീനെയാണോ അവർക്ക് വേണ്ടത് അതിനെയാണ് ഞാൻ പിടിച്ചു കൊടുക്കാറ്. ഒരിക്കലും എൻ്റെ ഇഷ്ടത്തിന് ഒരു കോഴീനെ ഞാൻ ആർക്കും പിടിച്ചു കൊടുക്കാറില്ല. അവർ ഇഷ്ടപ്പെട്ടിട്ട് അവർ പറയും. ചില ആളുകൾക്കൊക്കെ ഭയങ്കര നിർബന്ധമാണ്, കോഴിക്ക് ഭയങ്കര സൗന്ദര്യം വേണം, ഭയങ്കര വാല് വേണം, കളർഫുള്ളായിരിക്കണം എന്നൊക്കെ. അതുപോലെ ഒരാൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാനൊരു ഫോട്ടോ അയച്ചു തരാം, ഇതൊരു പൂവൻ കോഴിയുടെ ഫോട്ടോയാണ്, അതിനൊരു പെടക്കോഴി ഉണ്ടായിരുന്നു, ആ പെടക്കോഴീനെ കുറുക്കനോ എന്തോ പിടിച്ചു പോയി, അപ്പം ഈ പൂവൻ കോഴിക്ക് മാച്ചായിട്ട് എനിക്കൊരു പെടക്കോഴീനെ തരാമോ എന്ന് ചോദിച്ചിട്ട് എനിക്കൊരു പൂവൻ കോഴീൻ്റെ ഒരു ഫോട്ടോ ഒക്കെ അയച്ചു തന്നിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ അവർക്ക് ഇവിടെ നിന്ന് 2-3 പെടക്കുട്ടികളുടെ ഫോട്ടോ അയച്ചിട്ട് അതിൽ അവരൊന്ന് സെലക്ട് ചെയ്തു. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ്, ഒരു പുള്ളി, നല്ല കളർഫുള്ളായിട്ടുള്ളൊരു കോഴിയായിരുന്നു. പുള്ളിക്കോഴികൾ ഒരിടയ്ക്ക് ഭയങ്കര ട്രെൻഡായിരുന്നു, ഇപ്പോഴും ട്രെൻഡിങ്ങിൽ തന്നെ ആണ് ആ പുള്ളിക്കോഴികൾ. അപ്പം ഇപ്പോൾ ആളുകൾ പണ്ടത്തെ മാതിരിയല്ല. അവർ നമ്മളിപ്പോൾ ഡ്രസ്സ് വാങ്ങാൻ വരില്ലേ, അതുപോലെ തന്നെയാണ് അവരിപ്പോൾ കോഴീനെ വാങ്ങാൻ വരുന്നതും. അതായത് അവരിങ്ങോട്ട് ചോദിക്കും, കറുപ്പിൽ വെള്ളപ്പുള്ളി ഉള്ളതുണ്ടോ, അല്ലെങ്കിൽ വെള്ളയിൽ കറുപ്പുള്ളതുണ്ടോ, കറുപ്പില്ലാത്തതുണ്ടോ, ഭംഗിയുള്ളത് വേണം, നല്ല സുന്ദരിയായിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ അങ്ങനെ വന്ന് വാങ്ങുന്നുണ്ട്. ഭംഗിയുള്ള കോഴികളെ വാങ്ങാൻ ഒരുപാട് ആളുകളുണ്ട് കേട്ടോ.